Hi everybody, good morning. Again we are in our next GK class after the exam. We need to some portions for the final exam and all should ready for study the chapters. Chapter number 32. Famous fictional characters from your page number 42. Famous fictional characters. Fictional characters എന്ന് പറഞ്ഞാൽ ഓരോ കഥകളിൽ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ നെയിംസ് അല്ലേ. ഫിക്ഷണൽ മീൻസ് കെട്ടുകഥകളിൽ, അതായത് കഥകളിലെ ക്യാരക്ടേഴ്സ് ആണ്. നമ്മൾക്കെല്ലാം ഫേമസ് ആയിട്ടുള്ള കഥകളിലെ സം ക്യാരക്ടേഴ്സ് ആണ് we need to study from this chapter. Do you recognize these famous characters? First, he is the central character in a series of fantasy novel written by J.K. Rowling. J.K. Rowling എഴുതിയിട്ടുള്ള സീരീസ് ഓഫ് ഫാൻറ്റസി നോവൽസ്, വിചിത്രമായിട്ടുള്ള നോവലാണിത്. ഈ നോവലിലെ സെൻട്രൽ ക്യാരക്ടറാണ് ഈ ഫസ്റ്റ് പിക്ചർ. Who is that picture? Do you know? Yes, from your help box. Fourth one, Harry Potter. Harry Potter is the first answer. He is a central character in a series of fantasy novels written by J.K. Rowling. Second, he is a vampire in the novel by Bram Stoker. Vampire means രക്തം കുടിക്കുന്ന ഒരു ക്യാരക്ടറാണിത്. ഡ്രാക്കുള എന്നൊക്കെ പറയും നമ്മൾ അല്ലേ. രക്തം കുടിക്കുന്ന ഒരു ക്യാരക്ടറാണിത് വാമ്പയർ. ഇൻ ദ നോവൽ ബൈ, ആരുടെ നോവലാണത്? ബ്രാം സ്റ്റോക്കർ എന്ന് പറയുന്ന ആളുടെ. The novel describe, ഈ നോവൽ ഡിസ്ക്രൈബ് ചെയ്യുന്നു the fight between Abraham Van Helsing and him. രണ്ടാളുകൾ തമ്മിലുള്ള ഫൈറ്റാണ് ഈ കഥയിലുള്ളത്. നമ്മളുടെ ഈ വാമ്പയറും അതുപോലെ അതിലെ മറ്റൊരു ക്യാരക്ടറാണ് അബ്രഹാം വാൻ ഹെൽസിംഗ്. Abraham Helsing and he is the fight between in this story. Who is this person? Okay, you may write down from your help box. First one, Dracula. You may write down the second answer, Dracula. What about the Dracula? He is a vampire in the novel by Bram Stoker. Bram Stoker എഴുതിയിട്ടുള്ള നോവലിലെ രക്തം കുടിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇയാള്. The novel describe, ഈ നോവൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഫൈറ്റ് ബിറ്റ്വീൻ, രണ്ടാളുടെ ഫൈറ്റ് ആണ്. ആരെല്ലാമാണ്? എബ്രഹാം വാൻ ഹെൽസിംഗ് ആൻഡ് ഹിം. ഹിം മീൻസ് ഹിയർ ആരാണ്? ഡ്രാക്കുള. ഓക്കെ. തേർഡ് വൺ, ഹി വാസ് ഓൺലി ആൻ ഇൻഫാന്റ് വെൻ ബോത്ത് ഹിസ് ഷിപ്പ്‌വ്രെക്ക്ഡ് പാരന്റ്സ് ഡൈഡ്. അല്ലേ, ഇവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ, ഹി വാസ് ഓൺലി ആൻ ഇൻഫാന്റ്, ചെറിയ കുട്ടിയായിരുന്നപ്പോൾ, വെൻ ബോത്ത് ഹിസ് ഷിപ്പ്‌വ്രെക്ക്ഡ് പാരന്റ്സ് ഡൈഡ്, അതായത് കപ്പൽ തകർന്നിട്ട് അവൻ്റെ പാരന്റ്സ് മരിച്ചു, അമ്മയും അച്ഛനും മരിച്ചു. ആൻ ആക്സിഡന്റ് ആൻഡ് ദ apes in the jungle looked after him. ഒരു കാട്ടിൽ അവൻ അകപ്പെട്ടു. ആ കാട്ടിലെ ഏപ്സ്, കുരങ്ങന്മാരാണ് ഇവനെ എടുത്തു വളർത്തിയിട്ടുള്ളത്. ഹീസ് മെയിൻ ക്യാരക്ടർ ഇൻ ദ അഡ്വഞ്ചർ സ്റ്റോറി ആയിട്ടുള്ള എഡ്ഗർ റൈസ് ബുറോസ്, അഡ്വഞ്ചേഴ്സ് നോവലായിട്ടുള്ള, അഡ്വഞ്ചർ നോവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ്, സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നോവലാണ് അഡ്വഞ്ചർ നോവൽ. അഡ്വഞ്ചർ നോവൽ ആയിട്ടുള്ള ആരുടെയാണ് ആ നോവല്? എഡ്ഗർ റൈസ് ബുറോസിൻ്റെ അഡ്വഞ്ചേഴ്സ് നോവലിലെ മെയിൻ ക്യാരക്ടറാണ് നമ്മളുടെ ഈ മൂന്നാമത്തെ പേഴ്സണാലിറ്റി. അതിന് ആൻസർ ഫ്രം യുവർ ഹെൽപ്പ് ബോക്സ്. ലാസ്റ്റ് വൺ, ടാർസൻ. What about the Tarzan? He was only an infant, ചെറിയ കുട്ടിയായിരുന്നു. When both his shipwrecked parents died, അതായത് ഷിപ്പ് അല്ലേ, കപ്പൽ തകർന്നിട്ട് പാരൻസ് എന്ത് ചെയ്തു? died in an accident and the apes in the jungle looked after him. കുരങ്ങന്മാരാണ് അവനെ എടുത്തു വളർത്തിയിട്ടുള്ളത്. ഹി ഈസ് എ മെയിൻ ക്യാരക്ടർ ഇൻ ദ അഡ്വഞ്ചർ നോവലായിട്ടുള്ള നോവലിസ്റ്റ് ആയിട്ടുള്ള എഡ്ഗർ റൈസ് ബുറോസിൻ്റെ നോവലിലെ മെയിൻ ക്യാരക്ടറാണ് നമ്മളുടെ ടാർസൻ. ദെൻ ഫോർത്ത് വൺ, ഹി ഈസ് എ കാർട്ടൂൺ ക്യാരക്ടർ ഇൻ വാൾട്ട് ഡിസ്നീസ് ഫിലിംസ്. വാൾട്ട് ഡിസ്നിയുടെ ഫിലിംസിലെ അല്ലേ, അതായത് മൂവീസിലെ സെൻട്രൽ കാർട്ടൂൺ ക്യാരക്ടറാണ് നമ്മളുടെ നാലാമത്തെ പേഴ്സണാലിറ്റി. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ ഈ പേഴ്സണാലിറ്റി അല്ലേ? ഹീസ് എ ഡക്ക്, ഒരു താറാവാണ്. വിത്ത് എ യെല്ലോ ആൻഡ് ഓറഞ്ച് ബീക്ക് അല്ലേ, യെല്ലോയും ഓറഞ്ചും ബീക്കുകളോട് കൂടിയിട്ട്. ആൻഡ് ലെഗ്സും ഉണ്ട്,
ആൻഡ് ഫീറ്റ് അല്ലേ, അതായത് എല്ലാം ഓറഞ്ചും കളറിലുള്ള ബീക്കും ലെഗ്സും ഫീറ്റും ആണ് ഇതിൻ്റെ പ്രത്യേകത. ആൻഡ് ഡ്രസ്ഡ് ഇൻ എ സെയിലേഴ്സ് സ്യൂട്ട്, കപ്പൽ യാത്രികർ ധരിക്കുന്ന ഒരു സ്യൂട്ടാണ് ഇവൻ്റെ ഈ ഡെക്കിൻ്റെ വേഷം അല്ലേ. ആരാണ് ആള്? യെസ്, ആൻസർ ഡൊണാൾഡ് ഡക്ക് അല്ലേ, ഡൊണാൾഡ് ഡക്ക്. What about the Donald Duck? He is a cartoon character in Walt Disney's films. Walt Disney's films in the cartoon character ആണ് നമ്മുടെ ഡൊണാൾഡ് ഡക്ക്. He is a duck with a yellow and orange beak, legs and feet and is dressed in a sailor suit. Then fifth one, he is a mouse. Mouse ആണ് അല്ലേ, dressed in red short. റെഡ് കളറിലുള്ള ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അല്ലേ, ട്രൗസർ. യെല്ലോ ഷൂസ് ധരിച്ചിട്ടുണ്ട് ആൻഡ് വൈറ്റ് ഗ്ലൗസ് അല്ലേ, കയ്യിലുറകൾ വൈറ്റ് ആണ്. അപ്പോൾ റെഡ് ഷോർട്ട്സും യെല്ലോ ഷൂസും വൈറ്റ് ഗ്ലൗസും ആണ് ഇതിൻ്റെ പ്രത്യേകത അല്ലേ, ഒരു മൗസ് ആണ് അല്ലേ. ദിസ് കാർട്ടൂൺ ക്യാരക്ടർ ഈസ് ദ മാസ്കറ്റ് ഓഫ് ദ വാൾട്ട് ഡിസ്നീസ് കമ്പനി അല്ലേ. വാൾട്ട് ഡിസ്നിയുടെ കാർട്ടൂൺ പിക്ചേഴ്സിലെ എന്താണ്, മാസ്കറ്റ് ആണ്. മാസ്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം കൊണ്ടുവരുന്ന എല്ലാ ആ കഥയിൽ ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമ്മളുടെ ആര്, ഹു ഈസ് ദാറ്റ്? യെസ്, മിക്കി മൗസ് അല്ലേ. മിക്കി മൗസിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഈസ് ദ മാസ്കറ്റ് ഓഫ് വാൾട്ട് ഡിസ്നീസ് കമ്പനി. ഓക്കെ, what about the Mickey Mouse? Is a mouse dressed in red shirt, yellow shoes and white gloves. This cartoon character is a mascot. Mascot means ഭാഗ്യം കൊണ്ടുവരുന്ന കഥാപാത്രമായിട്ടാണ് ഇയാളെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ആരുടെയാണ് കാർട്ടൂണ്? ദ വാൾട്ട് ഡിസ്നീസ് കമ്പനി. ഓക്കെ, then sixth one, he is a boy brought up by the wolves in the Indian jungle. ഇന്ത്യയിലെ ഒരു കാട്ടിലെ എന്താണ്, ചെന്നായ്കൾ വളർത്തിയിട്ടുള്ളൊരു ആൺകുട്ടിയാണ് ഈ കഥാപാത്രം. ഹി ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ നോവൽ ദ ജംഗിൾ ബുക്ക്. ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞാൽ നോവലിലെ മെയിൻ ക്യാരക്ടറാണ് നമ്മളുടെ ഈ ക്യാരക്ടർ. ആരുടെയാണ് ജംഗിൾ ബുക്ക്? റുഡ്യാർഡ് കിപ്ലിംഗ്. റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ള നോവലാണ് ജംഗിൾ ബുക്ക്. ആ ജംഗിൾ ബുക്കിലെ മെയിൻ ക്യാരക്ടറാണ് ഇയാൾ. ആരാണ് ആള്? യെസ്, യു നോ, മൗഗ്ലി അല്ലേ. മൗഗ്ലി ഈസ് ആൻസർ ഓഫ് സിക്സ്ത്. വാട്ട് അബൌട്ട് ദ മൗഗ്ലി? He is a boy brought up by the wolves in the Indian jungle. ഇന്ത്യൻ കാട്ടിൽ ചെന്നായ്കൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ബോയ് ആണ് മൗഗ്ലി. അവനാണ് മെയിൻ ക്യാരക്ടർ ഇൻ ദ നോവൽ ജംഗിൾ ബുക്ക്. ആരുടെയാണ് നോവൽ? ബൈ റുഡ്യാർഡ് കിപ്ലിംഗ്. This is about the famous fictional characters. Did you understand all of you? Okay, the next chapter, Indian writers and their books. ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള 4 റൈറ്റേഴ്സും അവരുടെ കുറച്ച് ബുക്സും ആണ് we need to study from this chapter. Indian writers have always left a mark on the international reading world. ഇന്റർനാഷണൽ, ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള കൺട്രീസിലും എന്താണ്, നല്ലൊരു ഐഡന്റിറ്റി അല്ലെങ്കിൽ നല്ലൊരു മാർക്ക്, ലെഫ്റ്റ് എ മാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഫേമസ് ആയിട്ടുള്ള, വേൾഡിലെമ്പാടും ഫേമസ് ആയിട്ടുള്ള സം റൈറ്റേഴ്സ് ഇന്ത്യയിലുണ്ട്. സം ഓഫ് ദം ഹാവ് റിസീവ്ഡ് ദ നോവൽ പ്രൈസ് ആൻഡ് ബുക്കർ പ്രൈസ്. നല്ല എഴുത്ത് എഴുതിയതിന്, നല്ല റൈറ്റേഴ്സ് എന്നുള്ള ബഹുമതിക്ക് വേണ്ടിയിട്ട് നോബൽ പ്രൈസും ബുക്കർ പ്രൈസും ചില ആളുകൾക്ക് ഇന്ത്യൻ റൈറ്റേഴ്സിന് കിട്ടിയിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് റൈറ്റേഴ്സ്. ഫസ്റ്റ് യു നീഡ് ടു റൈറ്റ് ദെയർ നെയിംസ് ദർ. ഫസ്റ്റ് ഫ്രം എ ഹെൽപ്പ് ബോക്സ്. സെക്കൻഡ് വൺ, കുഷ്വാൻ സിംഗ്. യു മേ റൈറ്റ് ദർ കുഷ്വാൻ സിംഗ് ഫസ്റ്റ്. സെക്കൻഡ് ആൻസർ പ്രേംചന്ദ്. പ്രേംചന്ദ്. From a help box for last one. Then third answer R.K. Narayan. R.K. Narayan. Then fourth answer Ruskin Bond. Ruskin Bond. First Kushwan Singh, second Premchand, third R.K. Narayan, fourth Ruskin Bond. Then what about the Kushwan Singh? Listen to that. He was an Indian novelist. ഇന്ത്യയിലെ നല്ല എഴുത്തുകാരനാണ്, ജേർണലിസ്റ്റ് ആണ്, പത്രപ്രവർത്തകനാണ്, ആൻഡ് പൊളിറ്റീഷ്യൻ. പൊളിറ്റീഷ്യൻ മീൻസ് രാഷ്ട്രീയത്തിൽ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് അല്ലേ. ഹിസ് ബെസ്റ്റ് സെല്ലിംഗ് ബുക്സ്. ബെസ്റ്റ് സെല്ലിംഗ് ബുക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിയിട്ടുള്ള ബുക്സ്, നന്നായിട്ട് വിറ്റഴിച്ച ആളുകൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള ബുക്സ്, അതായത് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ബുക്കാണ്. ബുക്കിൽ ഏതെല്ലാം ബുക്സ് ഉൾപ്പെടുന്നുണ്ട്? ട്രെയിൻ ടു പാകിസ്ഥാൻ, എ ഹിസ്റ്ററി ഓഫ് സിക്സ് ആൻഡ് ട്രൂത്ത്, ലവ് ആൻഡ് ലിറ്റിൽ മലീസ്. ഇത്രയും 1, 2, 3 ഈ 3 ബുക്സ് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള ബുക്സാണ്. ഏതൊക്കെയാണ് ബുക്സ്?
Train to Pakistan, A History of the Sikhs and Truth, Love and Little Malays. ഇത്രയാണ് ഖുശ്വാന്ത് സിംഗ് അല്ലേ. വാട്ട് അബൌട്ട് ദ ഖുശ്വാന്ത് സിംഗ്? He was an Indian novelist, journalist and politician. His best selling books include ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ബുക്കുകൾ ട്രെയിൻ ടു പാകിസ്ഥാൻ, എ ഹിസ്റ്ററി ഓഫ് സിക്സ് ആൻഡ് ട്രൂത്ത്, ലവ് ആൻഡ് ലിറ്റിൽ മെലഡീസ്. Then second one, പ്രേംചന്ദ് അല്ലേ. വാട്ട് അബൌട്ട് ദ പ്രേംചന്ദ്? He is one of the most celebrated writers of the Indian subcontinent. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന, മോസ്റ്റ് സെലിബ്രേറ്റഡ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നോവൽസിൻ്റെ റൈറ്ററാണ് പ്രേംചന്ദ്. ആൻഡ് ഇസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ഫോർമോസ്റ്റ് ഹിന്ദി ഉറുദു റൈറ്റേഴ്സ്. ഹിന്ദിയിലും ഉറുദുവിലും ഏറ്റവും കൂടുതൽ ഫോർമോസ്റ്റ്, ഏറ്റവും എഴുത്തുകാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആളുകൂടിയാണ് നമ്മളുടെ പ്രേംചന്ദ്. ഹിസ് വർക്ക്സ് ഇൻക്ലൂഡ്, അയാളുടെ വർക്ക്സിൽ ഏതൊക്കെയാണ്? ഗോഡാൻ, ബസാറെ ഹസൻ, കർമ്മഭൂമി ആൻഡ് ശത്രഞ്ജ് കി ഖിലാഡി അല്ലേ. ശത്രഞ്ജ് കി ഖിലാഡി, ഇത്രയാണ് അയാളുടെ മെയിൻ ആയിട്ടുള്ള ബുക്സ്. അടപുറത്ത് പ്രേംചന്ദ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നോവലിസ്റ്റാണ് പ്രേംചന്ദ്. ഹീസ് റിഗാർഡ് ആസ് വൺ ഓഫ് ദ ഫോർമോസ്റ്റ് ഹിന്ദി ഉറുദു റൈറ്റേഴ്സ്. ഹിന്ദിയിലും ഉറുദുവിലും എഴുതുന്ന ഏറ്റവും മുന്നിലിരിക്കുന്ന ആളായിരുന്നു ഇയാൾ. ഹിസ് വർക്ക്സ് ഇൻക്ലൂഡ്, അയാളുടെ എഴുത്തുകൾ ഏതൊക്കെയാണ്? റൈറ്റിംഗ്സ് ഗോഡാൻ, ബസാറെ ഹസൻ, കർമ്മഭൂമി ആൻഡ് ശത്രഞ്ജ് കി ഖിലാഡി. Okay, third one, R.K. Narayan. He was an Indian author whose works of fiction include a series of books about people and their interactions in an imaginary South Indian town called Malgudi. He was an Indian author. ഇയാളും ഇന്ത്യയിലെ എഴുത്തുകാരനാണ്. Whose works of fiction include, അല്ലേ, അയാളുടെ വർക്കിലുള്ള ഫിക്ഷൻ, അതായത് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് നോവൽസും ഷോർട്ട് സ്റ്റോറീസും. അയാളുടെ നോവൽസിലും ഷോർട്ട് സ്റ്റോറീസിലും ഇൻക്ലൂഡ് ചെയ്യുന്നു സീരീസ് ഓഫ് ബുക്സ്, ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട് അബൌട്ട് പീപ്പിൾ ആൻഡ് ദെയർ ഇൻട്രാക്ഷൻസ്. ആളുകളും അവരുമായിട്ടുള്ള ഇടപെടലുകളുടെയും കുറിച്ചുള്ള നോവൽസും ഷോർട്ട് സ്റ്റോറീസുമാണ് ഇയാൾ എഴുതിയിട്ടുള്ളത്. ഇൻ ആൻ ഇമാജിനറി സൗത്ത് ഇന്ത്യൻ ടൗൺ കോൾഡ് മാൽഗുഡി, അതായത് ഇന്ത്യയിലെ സൗത്തേൺ ഇന്ത്യയിൽ ഒരു ഇമാജിൻ ചെയ്തിട്ടുള്ള ഒരു ടൗണിനെ കുറിച്ചാണ് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ ടൗണിന് അയാൾ കൊടുത്തിരിക്കുന്ന പേരാണ് മാൽഗുഡി. ഓക്കെ, but about R.K. Narayan, he was an Indian author whose works of fiction include a series of books about people and their interactions. ഒരുപാട് സ്റ്റോറീസ് ആൻഡ് നോവൽസ് അയാൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിൽ നിന്നാണ് ആൾ കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനയാൾ എടുത്തിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിലെ സാങ്കല്പികമായിട്ടുള്ള ഒരു ടൗണിനെയാണ്. ആ ടൗണിനെ കുറിച്ചാണ് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ ടൗണിലുള്ള ആളുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻട്രാക്ഷൻസ് ആണ് അയാൾ കഥയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അയാൾ ആ ടൗണിന് കൊടുത്തിരിക്കുന്ന പേര് മാൽഗുഡി എന്നാണ്. ദെൻ ഫോർത്ത് വൺ, റസ്കിൻ ബോണ്ട്. ഹീസ് ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ്, അതായത് ബ്രിട്ടീഷുകാരൻ്റെ മകനായിട്ടാണ് ഇയാൾ ജനിച്ചത്, എന്നാൽ ഇന്ത്യയിലാണ് വളർന്നത്. ഓക്കെ, ഹി ലീവ്സ് ആൻഡ് റൈറ്റ്സ് ഇൻ ഇന്ത്യ. അയാൾ ജീവിച്ചതും എഴുതിയതും ഇന്ത്യയിൽ വെച്ചിട്ടാണ്. In 1992, he received the Sahitya Akademi Award for his short story collection. And short stories collection, he got Sahitya Akademi Award. Our trees still grow in Dehra. ഏതായിരുന്നു ആ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ നെയിം? ആ ബുക്സിൻ്റെ നെയിം ഏതായിരുന്നു? അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ദേഹ്ര. ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ 1999 ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് നോവൽസും കഥകളെല്ലാം ഇയാൾ എഴുതിയിട്ടുണ്ട്. ആ കുട്ടികളുടെ ലിറ്ററേച്ചറിന് വേണ്ടിയിട്ട്, ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന് വേണ്ടിയിട്ട് അയാൾക്ക് 1999 പത്മശ്രീ അവാർഡും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വാട്ടപ്പെടുക റസ്കിൻ ബോണ്ട്. ഹീസ് ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ്, ബ്രിട്ടീഷുകാരുടെ മകനാണ്. ബട്ട് ഹി ലീവ്സ് ആൻഡ് റൈറ്റ്സ് ഇൻ ഇന്ത്യ. In 1992, he received the Sahitya Akademi Award for his short story collection. Short story collection name ആണ് Our Trees Still Grow in Dehra. Okay, he was awarded the Padma Shri in 1999. He got Padma Shri 1999. Okay, he got Padma Shri in 1999 for his contribution to children's literature. He wrote much about the children's literature, children's book. For that he got a Padma Shri award.
These are about the Indian writers and their books. Okay, we studied about the four personalities. One, Khushwant Singh. Second, Premchand. Third, R.K. Narayan. Fourth, Ruskin Bond. Okay, then all of you take your next chapter, international authors. What about the international authors means? International authors means എന്താണ് വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള ചില എഴുത്തുകാർ. ആ എഴുത്തുകാരും അവരുടെ ഫേമസ് ആയിട്ടുള്ള ബുക്സും ആണ് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് കോളത്തിലെ ഓതേഴ്സിൻ്റെ പേരാണ്. ആ പേരിൻ്റെ നേരത്തെയാണ് അവരുടെ പിക്ചറും. എന്നാൽ അവരുടെ ബുക്സ് ഇവിടെ ഷഫിൾ ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. വി നീഡ് ടു മാച്ച് ദം. ഓക്കെ, അപ്പോൾ വേൾഡിലെമ്പാടും അറിയപ്പെടുന്ന 8 റൈറ്റേഴ്സും അവരുടെ പിക്ചേഴ്സും ആണ് തന്നിട്ടുള്ളത്. വി നീഡ് ടു മാച്ച് വിത്ത് ദയർ വർക്ക്. അവരുടെ ബുക്സുമായിട്ട് വി നീഡ് ടു match. Famous names of new famous books. Names of a few famous books and their authors are given below. Like famous ആയിട്ടുള്ള ബുക്സും അവരുടെ ഓതേഴ്സും ആണ് here. Match the following authors with their books. First, Paulo Coelho. ഫസ്റ്റ് അയാളുടെ പിക്ചർ തന്നെയാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. പൗലോ കോലോ. അയാളുടെ ഫേമസ് ബുക്സ് ആണ് നിങ്ങളുടെ ഹെൽപ്പ് ബോക്സിൽ തേർഡ് വൺ, ആൽക്കമിസ്റ്റ്. അപ്പോൾ അത് അതിലോട്ട് മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആൽക്കമിസ്റ്റ് എന്നുള്ളടുത്ത് 1 എന്ന് എഴുതി വെക്കുക. ദ ആൽക്കമിസ്റ്റ്. ഓക്കെ, സെക്കൻഡ് JK റോളിംഗ്. JK റോളിങ്ങിൻ്റെ ഫേമസ് ബുക്ക് ഫസ്റ്റ് വൺ ഫ്രം യുവർ ഹെൽപ്പ് ബോക്സ്. ബുക്സിൻ്റെ കോളത്തിൽ ആദ്യത്തേത് ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ. ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ. ദെൻ തേർഡ് ജോർജ് ഓർവെൽ. ജോർജ് ഓർവെല്ലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫേമസ് ബുക്ക് നിങ്ങളുടെ ബുക്സിൻ്റെ സെക്കൻഡ് വൺ ആനിമൽ ഫാം. ആനിമൽ ഫാം. ദെൻ ഫോർത്ത് വൺ വില്യം ഷേക്സ്പിയർ. ദ ബുക്സ് ഓഫ് ഫേമസ് വില്യം ഷേക്സ്പിയർ ദാറ്റ് 1, 2, 3, 4, 5 ഫ്രം യുവർ ഹെൽപ്പ് ബോക്സ്. ദ മെർച്ചൻ്റ് ഓഫ് വെനീസ്. ബുക്സിൻ്റെ കോളത്തിൽ അഞ്ചാമത്തേത് ദ മെർച്ചൻ്റ് ഓഫ് വെനീസ്. ഫോർത്ത് വില്യം ഷേക്സ്പിയർ, ദ മെർച്ചൻ്റ് ഓഫ് വെനീസ്. Then fifth, Mark Twain. The famous book of Mark Twain from your books 1, 2, 3, 4, 5, 6th one, Huckleberry Finn. Huckleberry Finn. Mark Twain, Huckleberry Finn. Then 6th one, Charles Dickens. Charles Dickens, his famous book from your books column 1, 2, 3, 4th one, Oliver Twist. Oliver Twist. Charles Dickens, Oliver Twist. Then 7th one, Roald Dahl. In your books column, last one, Charlie and the Chocolate Factory. Charlie and the Chocolate Factory. Roald Dahl, Charlie and the Chocolate Factory. Then 8th one, Robert Louis Stevenson. Robert Louis Stevenson. That from last second one, Treasure Island. Treasure Island. One time again I will read the names of authors and the books of them. First, Paulo Coelho. Answer, The Alchemist. Second, JK Rowling. Answer, Harry Potter and the Philosopher's Stone. Third, George Orwell. Answer, Animal Farm. Fourth, William Shakespeare. Answer, The Merchant of Venice. Fifth, Mark Twain. Answer, Huckleberry Finn. Sixth, Charles Dickens. Answer, Oliver Twist. Seventh, Donald Dahl. Answer, Charlie and the Chocolate Factory. Eighth, Robert Louis Stevenson. Answer, Treasure Island. Then take your next chapter, 35, autobiographies. What is autobiography? When a person writes the story of his own life and experience. ഒരാൾ അയാളുടെ ജീവിതത്തെക്കുറിച്ചും അയാളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചും ഒരു സ്റ്റോറി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആൻ ഓട്ടോബയോഗ്രഫി. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. യു മേ മാർക്ക് ദാറ്റ്. വാട്ട് ഈസ് ദാറ്റ് ഓട്ടോബയോഗ്രഫി? എന്താണ് ഒരു ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ചും എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചും ഞാൻ തന്നെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മൈ ബയോഗ്രഫി. സ്വന്തം കഥ. ഓക്കെ, അപ്പോൾ എന്താണ് ഓട്ടോബയോഗ്രഫി? വെൻ എ പേഴ്സൺ റൈറ്റ്സ് എ സ്റ്റോറി ഓഫ് ഹിസ് ഓൺ ലൈഫ് ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് കോൾഡ് ആൻ
autobiography. Okay, write the name of the autobiographies. ഇവിടെ തന്നിട്ടുള്ള ആളുകളുടെ നെയിംസും പിക്ചേഴ്സും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഫ്രം ഹെൽപ്പ് ബോക്സ് എന്താണ് അവരുടെ ഓട്ടോബയോഗ്രഫിയുടെ നെയിം എന്നാണ് ഹെൽപ്പ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഫസ്റ്റ് മഹാത്മാഗാന്ധിയുടെയാണ്. മഹാത്മാഗാന്ധി ഈസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ, വി നോ ദാറ്റ് അല്ലേ. ദിസ് ഓട്ടോബയോഗ്രഫി ഗീവ്സ് us എ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ഹിസ് ലൈഫ്. ഇയാളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു എക്സ്പ്ലനേഷനാണ് ഇയാളുടെ ഓട്ടോബയോഗ്രഫിയിലൂടെ നമ്മൾക്ക് കിട്ടുന്നത്. ഏതാണ് അയാളുടെ ഓട്ടോബയോഗ്രഫി എന്നുള്ളതാണ് വി നീഡ് ടു ഫീൽ ദ. നിങ്ങളുടെ ഹെൽപ്പ് ബോക്സിൽ സെക്കൻഡ് ലൈനിൽ ഫസ്റ്റ് വൺ മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. ഹെൽപ്പ് ബോക്സിൽ മാർക്ക് ചെയ്യുക 1 എന്നുള്ളത്. പിന്നെ ടെക്സ്റ്റിലോട്ട് എടുത്ത് എഴുതാം കേട്ടോ. ഹെൽപ്പ് ബോക്സിൽ സെക്കൻഡ് ലൈനിൽ ഫസ്റ്റ് വൺ മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. എന്താണ് ഗാന്ധിജി? മഹാത്മാഗാന്ധി ഈസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ. ദിസ് ഓട്ടോബയോഗ്രഫി ഗീവ്സ് us എ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ഹിസ് ലൈഫ്. അയാളുടെ ലൈഫിൻ്റെ നല്ലൊരു ഡീറ്റെയിൽ ആണ് നമുക്ക് ഇതിലൂടെ ഇയാളുടെ ഓട്ടോബയോഗ്രഫിയിലൂടെ കിട്ടുന്നത്. അയാളുടെ ഓട്ടോബയോഗ്രഫി നെയിമാണ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. സെക്കൻഡ് വൺ നെൽസൺ മണ്ടേല, ഫോമർ പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് നെൽസൺ മണ്ടേല. പബ്ലിഷ്ഡ് ഹിസ് ഓട്ടോബയോഗ്രഫി ഇൻ 1995. 1995 അയാളുടെ ഓട്ടോബയോഗ്രഫി അയാൾ എഴുതി പബ്ലിഷ് ചെയ്യുന്നത്. ദ ബുക്ക് ഡിസ്ക്രൈബ് ഹിസ് ഏർലി ലൈഫ്. അയാളുടെ മുമ്പുള്ള ജീവിതത്തിലെ സംഭവങ്ങളാണ് അയാളുടെ ഓട്ടോബയോഗ്രഫിയിലൂടെ അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ, അയാളുടെ എഡ്യൂക്കേഷനെ കുറിച്ച്. ആൻഡ് 27 years ഇൻ പ്രിസൺ. അയാൾ എന്താണ് ജയിലിൽ കിടന്നിട്ടുണ്ട് 27 വർഷത്തോളം. ആ ജയിലിൽ 27 വർഷം കിടന്നതിൻ്റെ അയാളുടെ എക്സ്പീരിയൻസ്. ഫോർ ഹിസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് റാഷ്യൽ സെഗ്രിഗേഷൻ. അതായത് സൗത്ത് ആഫ്രിക്കയിൽ കറുത്ത വർഗ്ഗക്കാർ 2 ടീമാണ് അവിടെ ഉള്ളത്. നല്ല വെളുത്ത ആളുകളുണ്ട്, നല്ല കറുത്ത ആളുകളുണ്ട്. അപ്പോൾ ഈ വെളുത്ത ആളുകൾ ആദ്യകാലങ്ങളിൽ അവരാണ് എല്ലാ ഫ്രീഡം എൻജോയ് ചെയ്തിരുന്നത്. കറുത്ത വർഗ്ഗക്കാരെ എവിടെയും എന്താണ് വെളുത്ത ആളുകൾ പോകുന്നിടത്തൊന്നും പോകാൻ സമ്മതിക്കാതെ കറുത്ത വർഗ്ഗക്കാരെ അടിച്ചമർത്താണ് അവിടെ ചെയ്തിരുന്നത്. അപ്പോൾ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട് ഇയാൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. എല്ലാവരും ഈക്വലാണ് വരുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് ട്രൈ ചെയ്ത് വിജയിച്ച ആളാണ് നമ്മുടെ നെൽസൺ മണ്ടേല. അപ്പോൾ നെൽസൺ മണ്ടേല ഇതിനു വേണ്ടിയിട്ട് എന്താണ് റാഷ്യൽ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ കളറിൻ്റെ പേരിൽ ഉള്ള വേർതിരിവിന് എതിരായിട്ട് ഇയാൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. അതായത് പല റെവല്യൂഷൻസും അതുപോലെ പല ഡെമോൺസ്ട്രേഷൻസും അതുപോലെ ഒരുപാട് റിവോൾട്ട് എല്ലാം ഇയാൾ സംഘടിപ്പിച്ചു. അപ്പോൾ അതിനെതിരെ ഇയാളെങ്ങനെ സംഘടിപ്പിച്ചു എന്നുള്ള കാരണത്താൽ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇയാളെ ജയിലിലിട്ടു. 27 വർഷത്തോളം അയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ ആ ജയിലിലുള്ള 27 വർഷത്തെക്കുറിച്ചും അത് അയാളുടെ എഡ്യൂക്കേഷനെ കുറിച്ചും അയാളുടെ ഏർലി ലൈഫ് കുട്ടിക്കാലത്തെ ജീവിതത്തെക്കുറിച്ചും എല്ലാമാണ് അയാളുടെ ഓട്ടോബയോഗ്രഫിയിൽ അയാൾ എഴുതിയിട്ടുള്ളത്. നെൽസൺ മണ്ടേല അല്ലേ. എന്താണ് അയാളുടെ ഓട്ടോബയോഗ്രഫിയുടെ നെയിം? നിങ്ങളുടെ ഹെൽപ്പ് ബോക്സിൽ ഫസ്റ്റ് ലൈനിൽ ലാസ്റ്റ് വൺ എ ലോങ് വാക്ക് ടു ഫ്രീഡം. എ ലോങ് വാക്ക് ടു ഫ്രീഡം. ഓക്കെ, ഇതാണ് നെൽസൺ മണ്ടേല. വാട്ട് അബൌട്ട് ദ നെൽസൺ മണ്ടേല? Nelson Mandela, former president of South Africa, published his autobiography in 1995. The book described his early life and early life ne kurichu, education ne kurichu, and 27 years in prison. എന്തിനു വേണ്ടി ആ പ്രിസണിൽ കിടന്നത്, ജയിലിൽ കിടന്നത്? ഫോർ ഹിസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് റാഷ്യൽ സെഗ്രിഗേഷൻ. കളറിൻ്റെ ബേസിലുള്ള വേർതിരിവിനെതിരെ ഫൈറ്റ് ചെയ്തു എന്നുള്ള കാരണത്താലാണ് 27 വർഷം അയാൾ ജയിലിൽ കിടന്നത്. ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് അയാളുടെ ഓട്ടോബയോഗ്രഫിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എ ലോങ് വാക്ക് ടു ഫ്രീഡം. ദെൻ തേർഡ് വൺ എഡ്മണ്ട് ഹില്ലറി അല്ലേ. വാട്ട് അബൌട്ട് എഡ്മണ്ട് ഹില്ലറി? ഹീസ് ആർ റിട്ടൺ ആൻഡ് ഓട്ടോബയോഗ്രഫി. നിങ്ങൾ എഡ്മണ്ട് ഹില്ലറിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആരാണ് എഡ്മണ്ട് ഹില്ലറി? എഡ്മണ്ട് ഹില്ലറി ആൻഡ് ടെൻസിൻ നോർഗെ എന്ന് കേട്ടിട്ടില്ലേ? യെസ്, എഡ്മണ്ട് ഹില്ലറി ഹാസ് റിട്ടൺ ആൻ ഓട്ടോബയോഗ്രഫി. ഇയാളും സ്വന്തം കഥ എഴുതിയിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്? ഹി ആൻഡ് ടെൻസിൻ നോർഗെ were the first people to reach the summit of Mount Everest. Mount Everest എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഈ വേൾഡിലെ ഹയസ്റ്റ് പോയിന്റിൽ മൗണ്ട് എവറസ്റ്റിൽ ആദ്യമായിട്ട് കാലുകുത്തിയിട്ടുള്ള 2 പേഴ്സണാലിറ്റിയാണുള്ളത്. 2 ആളുകളാണ് ഒരുമിച്ചാണ് കയറിയിട്ടുള്ളത് അല്ലേ. അവരാണ് എഡ്മണ്ട് ഹില്ലറിയും ടെൻസിൻ നോർഗെയും. എന്നാൽ ഇയാളാണ് ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുള്ളത് ഇയാളുടെ ജീവിതത്തെക്കുറിച്ച്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഇയാൾ ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് എഡ്മണ്ട് ഹില്ലറിയുടെ ഓട്ടോബയോഗ്രഫിയുടെ നെയിം? തേർഡ് വൺ ലാസ്റ്റ് വൺ ഫ്രം എ ഹെൽപ്പ് ബോക്സ്. നത്തിങ് വെൻറ്റ് ഓർ നത്തിങ് വെൻ അല്ലേ. ഒന്നും നേടാനില്ല,
പിടിച്ചടക്കാത്തതില്ല, എല്ലാം നത്തിങ് വെൻറ്റർ എന്ന എല്ലാം പിടിച്ചടക്കാവുന്നതേ ഉള്ളൂ, എല്ലാം നേടാവുന്നതേ ഉള്ളൂ എന്നുള്ള മീനിങ്ങോട് കൂടിയിട്ടാണ് അയാളുടെ ഓട്ടോബയോഗ്രഫി. നത്തിങ് വെൻറ്റർ, നത്തിങ് വെൻ. ഇതാണ് എഡ്മണ്ട് ഹില്ലറിയുടെ ഓട്ടോബയോഗ്രഫി. അപ്പോൾ എന്താണ് എഡ്മണ്ട് ഹില്ലറി? എഡ്മണ്ട് ഹില്ലറി ഹാസ് റിട്ടൺ ആൻ ഓട്ടോബയോഗ്രഫി. എന്തിനെ കുറിച്ച്? ഹി ആൻഡ് ടെൻസിൻ നോർഗെ വർ ദ ഫസ്റ്റ് പീപ്പിൾ ടു റീച്ച് ദ സമ്മിറ്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ്. അതിനെക്കുറിച്ചായിരിക്കും അയാൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. അയാളുടെ ഓട്ടോബയോഗ്രഫി നെയിം ദാറ്റ് ഈസ് നത്തിങ് വെൻറ്റർ, നത്തിങ് വിൻ. ദ നെക്സ്റ്റ് അന്നെ ഫ്രാങ്ക്. അന്നെ ഫ്രാങ്ക് എന്ന് പറയുന്ന പെൺകുട്ടി അല്ലേ, ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ജൂവിഷ് വിക്ടിം ഓഫ് ഹോളോകോസ്റ്റ്. ജൂവിഷ് വിക്ടിംസ് ഓഫ് ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ഒരു ഏരിയയിൽ ജർമ്മൻ വംശജരുണ്ട്, ജർമ്മനിക്കാരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അവർ ജൂയിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ജൂവിഷ് വർഗത്തെ ഒരു വർഗമാണ്, ഒരു പ്രത്യേക ഒരു എത്നിക് ഗ്രൂപ്പാണ്, ഒരു വർഗമാണ്. ഈ വർഗത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടി യൂറോപ്പിലെ ചില ശക്തികൾ എന്ത് ചെയ്തു? ഒരുപാട് ഫയർ ചെയ്തിട്ടും അല്ലെങ്കിൽ ഒരുപാട് വിമാനത്തിലൂടെയും വണ്ടികളിലൂടെയൊക്കെ ഒന്നിച്ച് ഈ ജനങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബോംബും അതുപോലെ മാരകമായിട്ടുള്ള പല വസ്തുക്കളും എന്ത് ചെയ്തു? ഇവരിലേക്ക് എറിഞ്ഞു. ഓക്കെ, അപ്പോൾ അന്ന് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. ജ്യൂസിൽപ്പെട്ട ആളുകൾ യൂറോപ്പിലെ ജർമ്മൻ റീജിയൻസിലുള്ള ആളുകൾ ഒരുപാട് കൊല്ലപ്പെട്ടു. ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഇവള്, അന്ന ഫ്രാങ്ക്. എന്നാൽ അന്ന് അത്ഭുതകരമായിട്ട് ഈ കുട്ടി എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. എന്നിട്ട് ഒരുപാട് കാലം 700 സംതിങ് ഡേയ്സ് എന്ത് ചെയ്തു? ഒളിവിൽ താമസിച്ചു, ഇവരെ കൊല്ലാൻ നടക്കുന്ന ആളുകളുടെ കണ്ണിൽ പെടാതെ. അപ്പം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ഡേയ്സ് ഇവൾ ഫേസ് ചെയ്തു അവളുടെ ലൈഫിൽ. അപ്പം അതിനെക്കുറിച്ച് ഇവൾ എന്ത് ചെയ്തു? ഓട്ടോബയോഗ്രഫി എഴുതി. അപ്പോൾ അന്നെ ഫ്രാങ്ക് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെക്കഗ്നൈസ്ഡ്, ആളുകൾ അറിയപ്പെടുന്ന ജൂവിഷ് വിക്ടിം ഓഫ് ദ ഹോളോകോസ്റ്റ്. ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ അണുബോംബ് അല്ലെങ്കിൽ അണുവായുധങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഗ്രൂപ്പ് ഓഫ് ആളുകളെ, ഒരുപാട് ആളുകളുണ്ടായിരുന്നു ജ്യൂസിൽപ്പെട്ട ഈ വർഗത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി യൂറോപ്പിലെ ചില ശക്തികൾ ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഇര കൂടിയായിരുന്നു നമ്മൾ. എന്നാൽ അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പം അന്ന് ഈ ജ്യൂസിനെ ആക്രമിച്ച ആ ഒരു ആക്രമണത്തെയാണ് ജൂയിഷ് വിക്ടിം ഓഫ് ദ ഹോളോകോസ്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹെർ ഡയറി ഹാസ് ബീൻ റീപ്രൊഡ്യൂസ്ഡ് ഇൻ സെവറൽ പ്ലേസ് ആൻഡ് ഫിലിംസ്. അവൾ ദിവസം ഡയറി ആയിട്ടാണ് എഴുതുന്നത്, അവളുടെ ഓരോ ദിവസങ്ങൾ. അതെന്ത് ചെയ്തു? ഓട്ടോബയോഗ്രഫി ആയിട്ട് പബ്ലിഷ് ചെയ്തു. പല പ്ലേസിൽ, പല നാടകങ്ങളിലും പല ഫിലിംസിലും ഇവളുടെ ഡയറീസിലുള്ള എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? സിനിമയിലും നാടകത്തിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അവളുടെ ഓട്ടോബയോഗ്രഫിയുടെ നെയിം? ഇവളോട് ജർമ്മൻ പെൺകുട്ടിയാണ്. ഓക്കെ, എന്താണ് അവളുടെ ഓട്ടോബയോഗ്രഫിയുടെ നെയിം? Fourth one, from your help box, first one, The Diary of a Young Girl. The Diary of a Young Girl. ഇവളുടെ ഡയറി തന്നെ ഓട്ടോബയോഗ്രഫി ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നെ ഫ്രാങ്ക് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ജൂയിഷ് വിക്ടിം ഓഫ് ദ ഹോളോകാസ്റ്റ്. ജ്യൂസ് വർഗത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്പിലെ ശക്തികൾ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും അറിയപ്പെടുന്നൊരു ഇരയായിരുന്നു ഇവള്. അത്ഭുതകരമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അവൾ എന്നിട്ട് ഒളിവിൽ ആരും കാണാൻ താമസിച്ചിരുന്ന സമയത്ത് അവളുടെ ഡയറി എഴുതുകയാണ് ചെയ്തത്. ആ ഡയറി പിന്നെ പല സിനിമകളിലും ഫിലിംസിലും എല്ലാം ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവളുടെ ഡയറിയുടെ നെയിമാണ് ദ ഡയറി ഓഫ് എ യങ് ഗേൾ. ഓക്കെ, ഹെർ ഡയറി ഹാസ് ബീൻ റീപ്രൊഡ്യൂസ്ഡ്. അവളുടെ ഡയറി ഉൾപ്പെടുത്തിയിട്ട് പല പ്ലേസിലും ഫിലിംസിലും എല്ലാം അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് APJ അബ്ദുൽ കലാം. നമ്മൾക്കെല്ലാം പരിചയമുള്ള ആളാണ് അല്ലേ. ദ വെൽ നോൺ സയൻറ്റിസ്റ്റ്, നല്ല സയൻസിൽ നല്ല പ്രാവീണ്യമുള്ള കഴിവുള്ള ആളാണ്, സയൻറ്റിസ്റ്റാണ്. ആൻഡ് ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മുമ്പത്തെ പ്രസിഡന്റുമാണ്. ഹാസ് റിട്ടൺ ആൻ ഓട്ടോബയോഗ്രഫി. ഇയാളും ഒരു ഓട്ടോബയോഗ്രഫി എഴുതി. ദാറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് അത് ആദ്യം പബ്ലിഷ് ചെയ്തത്. ഇറ്റ് വാസ് ലേറ്റർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു 13 ലാംഗ്വേജസ്. 13 ലാംഗ്വേജസിലോട്ട് ഇത് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്, മാറ്റി എഴുതി എന്നാണ് പറയുന്നത്. ഇന്ത്യയിലുള്ള ലാംഗ്വേജ് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ലാംഗ്വേജസിലോട്ടും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിന് എക്സാമ്പിളാണ് ചൈനീസ് ലാംഗ്വേജിലോട്ടും ഫ്രഞ്ച് ലാംഗ്വേജിലോട്ടും വരെ ഇയാളുടെ ഓട്ടോബയോഗ്രഫി എന്ത് ചെയ്തു? ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പം എന്താണ് അയാളുടെ ഓട്ടോബയോഗ്രഫിയുടെ നെയിം? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ്? ദ വിങ്സ് ഓഫ് ഫയർ. ഫ്രം ഹെൽ ബോക്സിൽ സെക്കൻഡ് വൺ, വിങ്സ് ഓഫ് ഫയർ. What about the APJ Abdul Kalam?
APJ Abdul Kalam, the well-known scientist and the former president of India, and has written an autobiography that was first published in English. It was later translated into 30 languages including Chinese and French. And autobiography name is Wings of Fire. The next one, Jawaharlal Nehru wrote his autobiography while in prison. ഇയാളും ബ്രിട്ടീഷേഴ്സിനാണല്ലായിരുന്നു നമ്മൾ ഒരുപാട് വർഷം 10-250 വർഷത്തോളം അല്ലേ. അപ്പോൾ ബ്രിട്ടീഷേഴ്സിൽ നിന്നും ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് നേടുന്നതിന് വേണ്ടി ഇയാളും ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഗാന്ധിജിയിലൊക്കെ കൂടെ അല്ലേ. അപ്പോൾ ഫൈറ്റ് ചെയ്തു എന്നുള്ള കാരണത്താൽ പല സമയത്തും ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു, ഇയാളെ ജയിലിലിട്ടിട്ടുണ്ട്. അപ്പോൾ ജയിലിൽ ഇരുന്നുകൊണ്ടാണ് ഇയാളുടെ ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു റോഡ് ഹിസ് ഓട്ടോബയോഗ്രഫി വൈൽ ഇൻ പ്രിസൺ, ജയിലിൽ ഇരുന്നുകൊണ്ട്. ഇൻ ദിസ് ബുക്ക് ഹി എക്സ്പ്ലെയിൻസ് വൈ ഹി ചൂസ് എ പാത്ത് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് അല്ലേ. അന്ന് ഗാന്ധിജി നെഹ്റു എല്ലാം എന്താണ് ബ്രിട്ടീഷേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്ത ഒരു മെത്തേഡാണ് സിവിൽ ഡിസൊബീഡിയൻസ്. സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന നിയമങ്ങൾ അനുസരിക്കാതെയുള്ള സമരങ്ങൾ അല്ലേ. അവർ ഓരോ നിയമങ്ങൾ കൊണ്ടുവരും, എന്നാൽ ഇവർ ആയുധമെടുത്തിട്ടോ അവരെ ആക്രമിച്ചിട്ടോ അല്ല ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് പോരാടിയത്. പിന്നെയോ അവർ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കാതെയാണ് ഇവർ പോരാടിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് സിവിൽ ഡിസൊബീഡിയൻസ്, നിയമം അനുസരിക്കാതെയുള്ള മെത്തേഡ് ഇയാൾ ഉപയോഗിച്ചു, വഴി ഇയാൾ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇയാളുടെ ബുക്കിൽ ഇയാൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. വിച്ച് ഇൻ ടേൺ ലെഡ് ടു ഹിസ് ഇംപ്രിസൺമെന്റ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷേഴ്സ് അണങ്ങിയാൽ പിടിച്ചെന്ത് ചെയ്യും, ജയിലിലിടും. എന്നിട്ടും അതിന് എതിരെയായിട്ട് ഇവരെന്ത് ആക്രമിച്ചില്ല. അതിന് പകരമായിട്ടും ഇവരെന്ത് ചെയ്തു, ജവഹർലാൽ നെഹ്റു സിവിൽ ഡിസൊബീഡിയൻസ് ആണ് ചെയ്തത്, അതായത് നിയമം അനുസരിക്കാതിരിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് നിയമം അനുസരിക്കാതിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അയാളുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസ്, ഇതെല്ലാമാണ് ഇയാളുടെ ഓട്ടോബയോഗ്രഫിയിൽ ഇയാൾ എഴുതിയിട്ടുള്ളത്. പ്രിസണിലായിരിക്കുമ്പോഴാണ്, ജയിലിലായിരിക്കുമ്പോഴാണ് ഇയാളിത് എഴുതിയിട്ടുള്ളത്. ഇയാളുടെ ഓട്ടോബയോഗ്രഫി നെയിമാണ് ആൻ ഓട്ടോബയോഗ്രഫി എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ദി സിക്സ്ത് വൺ. ജവഹർലാൽ നെഹ്റു wrote his autobiography while in prison. In this book, he explains why he chose the path of civil disobedience, which in turn led to his imprisonment by the British. ബ്രിട്ടീഷേഴ്സ് ജയിലിടുന്നതിന് പകരവും ഇയാൾ തിരഞ്ഞെടുത്ത വഴി എന്ന് പറയുന്നത് നിയമം അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെയുള്ള എക്സ്പ്ലനേഷൻസ് ആണ് അയാളുടെ ഓട്ടോബയോഗ്രഫിയിൽ ഇയാൾ എഴുതിയിട്ടുള്ളത്. അയാളുടെ ഓട്ടോബയോഗ്രഫി നെയിമാണ് ആൻ ഓട്ടോബയോഗ്രഫി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻസർ Mahatma Gandhi's autobiography, which is My Experiment with the Truth. Nelson Mandela, A Long Walk to Freedom. Then third, Edmund Hillary, Nothing Vendor, Nothing Win. Then fourth, Anne Frank, The Diary of a Young Girl. APJ Abdul Kalam, The Wings of Fire. Jawaharlal Nehru, and autobiography. Okay. Then take your next chapter about media. 36th chapter, media. ഓക്കെ, നിങ്ങൾ കേട്ടില്ലേ മീഡിയ എന്താണെന്ന് അല്ലേ. മീഡിയ നമ്മൾക്കറിയാം, ന്യൂസ് പേപ്പർ, മാഗസിൻസ്, TV, റേഡിയോ അല്ലേ, ഇതെല്ലാം മീഡിയാസാണ്. ന്യൂസ് പേപ്പർ ആൻഡ് ടെലിവിഷൻ ചാനൽസ് പ്രൊവൈഡ് people with important sources of information and local and international affairs. ന്യൂസ്പേപ്പർ, ടെലിവിഷൻ ചാനൽസ് എല്ലാം ആളുകൾക്ക് കൊടുക്കുന്നു, പ്രൊവൈഡ് പീപ്പിൾ, ആളുകൾക്ക് കൊടുക്കുന്നു എന്ത്, വിത്ത് ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ അല്ലേ, വിവരങ്ങളെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സസ് ആണ് കൊടുക്കുന്നത്. ഓൺ ലോക്കൽ ആൻഡ് ഇൻ്റർനാഷണൽ അഫെയർസ്, ലോക്കലായിട്ടുള്ളതും ഇൻ്റർനാഷണലും ആയിട്ടുള്ള അഫെയർസിനെ കുറിച്ച് അല്ലേ, അതായത് നമ്മളെ ചുറ്റുപാടുള്ള കാര്യങ്ങളെക്കുറിച്ചും. ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, മറ്റു വേൾഡിലെല്ലായിടത്തും മറ്റുള്ള കൺട്രീസിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അഫെയർസും ലോക്കലായിട്ടുള്ള അഫെയർസും എല്ലാം എന്താണ്, ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് തന്നെ കൊടുക്കുന്നത് ഏതിലൂടെയാണ്, ന്യൂസ് പേപ്പേഴ്സിലൂടെ, ടെലിവിഷൻ ചാനൽസിലൂടെയാണ്. ഓക്കെ, ഇപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ടെലിവിഷൻ ചാനൽസ് provide people with the important sources of information on local and international affairs. So answer the following questions. ഇതിൽ കുറച്ച് 10 questions ആണ്, അതിൻ്റെ ആൻസേഴ്സ് ആണ് we need to find. അപ്പോൾ മീഡിയാസിനെ കുറിച്ചാണ്, മുമ്പ് മുതലേ ഉള്ള ഇന്ത്യയിലെ മീഡിയാസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിച്ച് വാസ് ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ന്യൂസ് പേപ്പർ ഏതാണ്, ന്യൂസ് പേപ്പറിൻ്റെ നെയിം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
Answer from your help box. First line, second one. Bengal Gazette. Bengal Gazette. Second, which newspaper has the world's largest circulation? അതായത് വേൾഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന അല്ലേ, അല്ലെങ്കിൽ വേൾഡിൽ എല്ലായിടത്തും എത്തിപ്പെടുന്ന ന്യൂസ് പേപ്പർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഫസ്റ്റ് ലൈനിൽ ലാസ്റ്റ് വൺ, ദ യോമിയോറി ഷിംബൻ. ഫസ്റ്റ് ലൈനിലാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്, സെക്കൻഡ് ലൈനിൽ വരാൻ ബാക്കിയുള്ളൂ. ദ യോമിയോറി ഷിംബൻ, അത് രണ്ടാമത്തെ ആൻസർ. ദെൻ തേർഡ്, വിച്ച് ഇസ് ദ ഓൾഡസ്റ്റ് ആൻഡ് സ്റ്റിൽ എക്സിസ്റ്റിംഗ് ന്യൂസ് പേപ്പർ ഓഫ് ഇന്ത്യ. പഴയ കാലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തും ഇപ്പോഴും നിലനിൽക്കുന്നതുമായിട്ടുള്ള ഇന്ത്യയിലെ ന്യൂസ് പേപ്പർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തേർഡ് ആൻസർ ഹെൽപ്പ് ബോക്സിൽ സെക്കൻഡ് ലൈനിൽ സെക്കൻഡ് വൺ, സോറി തേർഡ് വൺ, മുംബൈ സമാചാർ. മുംബൈ സമാചാർ, അതാണ് തേർഡിൻ്റെ ആൻസർ. ദെൻ ഫോർത്ത് വൺ, വെൻ ഡിഡ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ഇൻ ഇന്ത്യ. ടി വിയിലൂടെ എന്താ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലേ, ടി വിയിലൂടെ പരിപാടികൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത് എന്നാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വെൻ ഡിഡ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ഇൻ ഇന്ത്യ. ഫോർത്ത് ആൻസർ ഫ്രം എ ഹെൽപ്പ് ബോക്സ്. ലാസ്റ്റ് വൺ, 15th September 1959. 15th September 1959. Then 5, name the first vernacular newspaper of India. അല്ലേ, ഇന്ത്യയിലെ വെർണാക്കുലർ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുഭാഷയിൽ, ഒരു ലോക്കൽ ലാംഗ്വേജിൽ ഒരു ന്യൂസ് പേപ്പർ ഏതാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ആ ന്യൂസ് പേപ്പറിൻ്റെ നെയിം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നെയിം ദ ഫസ്റ്റ് വെർണാക്കുലർ ന്യൂസ് പേപ്പർ ഓഫ് ഇന്ത്യ. വിച്ച് ഈസ് ആ ലോക്കൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ന്യൂസ് പേപ്പർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് വൺ, ഫ്രം എ ഹെൽപ്പ് ഓഫ് സെക്കൻഡ് ലൈൻ 1, 2, 3, 4. ഫിഫ്ത്ത് ആൻസർ സമാചാർ ദർപ്പൺ. ആൻസർ സമാചാർ ദർപ്പൺ. That is the fifth answer. Then sixth question, which is the largest news agency in India? Which largest news agency means പല ഏരിയാസിലും ഓഫീസസിലും ന്യൂസ് ഏജൻസി ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് എ ലാർജസ്റ്റ്, ഇന്ത്യയിൽ പല ഏരിയാസിലും ഇത് ന്യൂസ് ഏജൻസി ഉണ്ട്, ന്യൂസ് ഓഫീസസ് ഉണ്ട്. അപ്പോൾ വിച്ച് ഇസ് എ ലാർജസ്റ്റ് ന്യൂസ് ഏജൻസി ഇൻ ഇന്ത്യ. ആൻസർ ഫ്രം യുവർ ഹെൽപ്പ് ബോക്സ്, തേർഡ് ലൈൻ ഫസ്റ്റ് വൺ, ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. That is the sixth answer, Trust of India. Then seventh, which was the first private TV channel in India? Like TV channel first started the government ആണ്, എന്നാൽ privately TV channel started. Which was the first private TV channels in India? Private ആയിട്ട് ആളുകളുടെ ബെനിഫിറ്റ് വേണ്ടി എന്താണ് സ്വന്തമായിട്ട് ടി വി ചാനൽസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് ന്യൂസ് ചാനൽസ്, ടി വി ചാനൽസ് ആണ് നമുക്ക് ടി വി ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റുന്നത് അല്ലേ. എന്നാൽ വിച്ച് വാസ് ദ ഫസ്റ്റ്, അതിലും ഒരു ഫസ്റ്റ് ഉണ്ടാവും. വിച്ച് വാസ് ദ ഫസ്റ്റ് പ്രൈവറ്റ് ടി വി ചാനൽസ് ഇൻ ഇന്ത്യ. ദാറ്റ് ഇസ് സെവൻത് ആൻസർ ഫ്രം യുവർ ഹെൽപ്പ് ബോക്സ്. 1, 2, 3, fourth answer Zee TV. Zee TV. That is the seventh answer. Then eighth, who is known as the father of Indian press? അല്ലേ, എല്ലാത്തിനും ഒരു ഫാദർ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ പ്രസ്സിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മീഡിയാസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസ്സിൻ്റെ ഫാദർ ഏതാണെങ്കിൽ ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ ഇന്ത്യൻ പ്രസ്. ആൻസർ ഫ്രം എ ഹെൽപ്പ് ബോക്സ്. ഫസ്റ്റ് ലൈൻ തേർഡ് വൺ, ജെയിംസ് അഗസ്റ്റസ് ഹിക്കെ. ജെയിംസ് അഗസ്റ്റസ് ഹിക്കെ. The ninth, which state publishes the maximum number of newspaper in India? അല്ലേ, ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് പബ്ലിഷസ് ദ മാക്സിമം നമ്പർ ഓഫ് ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ. നയൻത്ത് ഫ്രം എ ഹെൽപ്പ് ബോക്സ്, ഫസ്റ്റ് ലൈൻ ഫസ്റ്റ് വൺ, ഉത്തർപ്രദേശ്. Then 10th question, in which Indian language is the highest number of newspaper published? ഇന്ത്യയുടെ ഏത് ലാംഗ്വേജിലാണ് ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്ത്യയിലെ ഏത് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്? യുവർ ആൻസർ ഫ്രം എ ഹെൽപ്പ് ഓഫ് സെക്കൻഡ് ലൈൻ സെക്കൻഡ് വൺ, ഹിന്ദി. ഓക്കെ, these are the answers of this question. Again I give this answer. Listen one more. First question, which was the first newspaper published in India? Answer from a help box, first line second one, Bengal Gazette. Second question, which newspaper has the world's largest circulation? Second answer from a help box, first line last one, the Yomiuri Shimbun. Then third question,
which is the oldest and still existing newspaper of India. അല്ലേ? അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തതും ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നതായുള്ള ന്യൂസ് പേപ്പർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തേർഡ് ആൻസർ ഫ്രം യുവർ ഹെൽപ്പ് ബോക്സ്. സെക്കൻഡ് ലൈൻ തേർഡ് വൺ മുംബൈ സമാചാർ. ഫോർത്ത്, when did television broadcasting start in India? Fourth answer from your help box. Last one from your help box, 15th September 1959. Then fifth question, name the first vernacular newspaper of India. Answer from your help box. Second line, fifth one, Samachar Darpan. Then sixth, which is the largest news agency in India. Sixth answer from your help box. Third line, first one, Trust of India. Then seventh question, which was the first private TV channel in India? Seventh, second line, fourth one, Zee TV. Then eighth, who is known as the father of the Indian press? Eighth answer from your help box. First line, third one, James Augustus Hickey. The ninth, which state publishes the maximum number of newspaper in India? First answer, Uttar Pradesh. Then 10th, in which Indian language is the highest number of newspaper published? Then answer, Hindi. So we studied 5 chapters from GK. So what are the works from these chapters I will give through the WhatsApp after this class. So we can see with our next chapters in the next day. Okay, thank you.